ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാൻ 1 കിലോ അരിയാണ് എടുക്കുന്നത്. ഇവിടെ 1 കിലോ അരി നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ഒഴിച്ച് അതിൽ വേണ്ട സ്പൈസസ് എല്ലാം ഇട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, കുരുമുളക് ഇതെല്ലാം എണ്ണയിലിട്ട് ഇട്ടിട്ട് അതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുക. നല്ലോണം വൃത്തിയാക്കി വെച്ച അരി നിറയെ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടും. അപ്പോൾ അത് വന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ടംബ്ലർ അരിയാണ് എടുത്തിട്ടുള്ളത്. ടംബ്ലർ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ കപ്പിന് 4 കപ്പ് വെള്ളമാണ്. എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ 4 കപ്പ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് ഒഴിച്ചിന്, അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ലോണം കുറച്ചൊന്ന് വറുത്തെടുക്കണം. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇതൊരു തട്ടിക്കൂട്ടൽ ബിരിയാണിയാണേ. അപ്പോൾ ഈ കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തത് വന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ റൈസ് വെന്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്കും ഞാൻ ഗ്രേവി ഉണ്ടാക്കേണ്ടിയിട്ട് ചീനിച്ചട്ടിയും എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഉള്ളി, ഒരു 3 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് നമുക്കതിലോട്ട് കുരുമുളകും ജീരകവും പെരിഞ്ജീരകവും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വന്നിട്ട് അത് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി എണ്ണ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കുരുമുളക്, പട്ട, പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഇടുക. ഉള്ളി നല്ലോണം വണങ്ങിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്താൽ വേഗം വണങ്ങുന്ന പറയുന്നത്. കറക്റ്റാണ്, നമുക്ക് വേഗത്തിൽ വതങ്ങി കിട്ടും. അപ്പോൾ വേവിച്ച് വെച്ച ഒരു കുക്കറിൽ 2-3 വിസിലിട്ട് വേവിച്ച് വെച്ചതാണ് ബീഫ്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുറച്ച് ഗ്രേവി ആയതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണ്ടു. അതിന് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലകളും ഇടണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ടിട്ട് നല്ലോണം പച്ചമണം പോകുന്നവർക്കും നല്ലോണം വതക്കിയെടുക്കണം. ആ ഒരു പച്ചമണം പോകുന്നവർക്ക് നല്ലോണം ഇളക്കി വിടണം. അപ്പോൾ ഗ്രേവി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ ബീഫ് എടുത്തിട്ട് ഇടേണ്ട പരിപാടിയാണ്. അപ്പോൾ ബീഫ് അതിലോട്ടിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം വേവിക്കാൻ വെക്കും. എല്ലാം മിക്സ് ആകുന്നത് വരക്കും നല്ലോണം പിടിക്കുന്നവർക്കും കുറച്ച് സമയം അങ്ങനെ മൂടിയിട്ടിട്ട് വേവിക്കാൻ വെക്കണം. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുവാന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഓരോരുത്തരും ഓരോ വിധത്തിലല്ലേ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ റൈസ് ഇവിടെ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്.
ഗ്രേവിയും ആയി. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കണം. ദമ്മ് എന്നെല്ലാം പറയുന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ അത് അങ്ങനെ ഇട്ടിട്ട് റൈസ് അതിൻ്റെ മേലെ ഇട്ടിട്ട് കുറച്ച് സമയം അടുപ്പത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോറ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേവി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം അതിന് വേണ്ടുന്ന മസാലകളെല്ലാം ഇട്ടിട്ട് ഉള്ളി വാട്ടി വെച്ച ഉള്ളിയും പുതിനയും മല്ലിച്ചപ്പും എല്ലാം ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന് മുമ്പിലും ഒരു ബിരിയാണീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേ മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടിപൊളി ബിരിയാണി. ബൈ.